ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞോട്ടാ. എന്താ കാരണം എന്ന് വെച്ചാൽ ദാ കണ്ട മെയിൻ സാധനത്തിന് റീഫിൽ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഇന്നത്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആദ്യം തന്നെ ലുലുമാളിലെത്തി. അമ്മൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വേറെ എവിടേക്കും കയറാൻ വിടില്ല. ഫസ്റ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറ്റും. അകത്ത് കയറിക്കാൻ ഇവള് പിന്നെ മെയിൻ പരിപാടി തുടങ്ങും. എല്ലാം നോക്കി നോക്കി പയ്യെ വരത്തുള്ളൂ. ബട്ട് അമ്മയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ആള് ഫസ്റ്റ് നടന്ന് അടുത്ത സെക്ഷനിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പൊ ഇലക്ട്രോണിക് സെക്ഷനിലോട്ട് എത്തി. എപ്പോ വന്നാലും ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്ത ശില്പി എന്ന് വൻ നിരീക്ഷണത്തിലാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങുന്നു പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ലുലുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് സ്മാർട്ട് ബസാറിലോട്ട്. എപ്പോൾ ഇവിടെ എത്തിക്കാനാലും എന്താ ഈ സാധനം വാങ്ങിച്ചിട്ട് ബാക്കി തുടങ്ങുള്ളൂ. ഇവളാണെങ്കിൽ ഇപ്പി വാങ്ങിച്ചിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിച്ച് നമ്മുടെ വണ്ടി താഴെ പാർക്ക് ചെയ്ത് ഇപ്പൊ മേളിലോട്ട് വന്നിരിക്കുകയാണ്. എത്തിയത് ഈ ചെറിയ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അതും നോക്കി നിന്നു. ഇവരാണെങ്കിൽ ടോയ്സും നോക്കി നിൽക്കുകയാണ്. ടോയ്സിന്റെ സെക്ഷനിൽ ലൈറ്റ് എത്തുന്ന ബൗൺസിംഗ് ബോൾ ഞാൻ കണ്ടു. ഇതെനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അമ്മ പറഞ്ഞു ഇത് വെച്ച് കളിക്കാൻ നീ കുട്ടിയൊന്നും അല്ലല്ലോ, അതെടുത്ത് അവിടെ വെക്കാൻ. നെക്സ്റ്റ് ഞാൻ നോട്ട് ചെയ്തത് ഈ ക്യൂട്ട് ഡോഗിനെയാണ്. അപ്പൊ തന്നെ അമ്മ പറഞ്ഞു വീട്ടിൽ റൂബി ഉണ്ടല്ലോ, അതിനെ അവിടെ വെക്കാൻ. പിന്നെ ഞാൻ ആർക്കും ശല്യമില്ലാത്തതായി ഈ സാധനത്തിനെ എടുത്തു. പിന്നെ കുറച്ച് ക്യൂട്ട് കപ്പുകൾ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോന്നെടുത്തു. ഈ സെക്ഷൻ്റെ അടുത്തോട്ട് പിന്നെ ഞാൻ പോകാൻ നിന്നില്ല. കാരണം ഞാൻ ചുമ്മാ നടക്കുമ്പോഴേ എന്റെ കൈയും കാലും തട്ടി എല്ലാം വീഴ്ചയിലാണ്. ഇനി ഇതെങ്ങാനും വീണ് കഴിഞ്ഞാൽ സീൻ മൊത്തം കോൺട്രയാവും. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൈപ്പിടിച്ചിട്ടാണ് നടത്തം. അങ്ങനെ താഴെ എത്തി എല്ലാം വണ്ടിയിലാക്കി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ഹോട്ടലിലോട്ടാണ്. അവിടെ നല്ല ഫുഡ് അടിച്ചു. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പൊ നമ്മുടെ വീഡിയോ എത്തിയുള്ളൂ. ബൈ ഗൈസ്, അടുത്ത വീഡിയോ ഇട്ട് തരാം.